അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഹബീബ്മാരെ, ഇണ്ട് റമദാൻ മൂന്നീറ്റിക്കട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിർസത്തെ മോളായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു വഫാത്തായെങ്കത്തെ നാളായിട്ടിക്കട് ധാരാളം മഹത്വങ്ങളുള്ള, ധാരാളം സ്ഥാനമാനങ്ങളുള്ള, ചൊന്നിട്ടു തീർക്കാവാതെങ്കത്തെ ഫവറുകളും മഹിമയുമുള്ളെങ്കത്തെ സ്വർഗത്തിൻ്റെ എല്ലാ പെണ്ണിങ്ങളെ നേതാവായിട്ട് സ്വർഗം ഭരിക്കണമെങ്കത്തെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയെങ്കത്തെ ഒരു നാളായിട്ടിക്കട് റമദാൻ 3. അപ്പോൾ ആ ഫാത്തിമ ബീബിയുടെ പേരിൽ ഫാത്തിഹവും യാസീനും എല്ലാം ഓതിട്ട് ഫാത്തിമ ബീബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവിടുത്തെ മഹത്വങ്ങളും പേരുടെ മഹത്വങ്ങളൊക്കെയും കുറേ ഭാഗം നമുക്ക് ഉണ്ട് ഈ വീഡിയോയിൽ ചർച്ചയാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വർഷമാകുമ്പോഴേക്ക് ഫാത്തിമ ബീബി ജനിച്ചത്. ഖുറൈശിങ്ങ കഅബാലയത്തെ പുനർനിർമ്മാണ ആക്കിയത്തെ ആ ഒരു വർഷത്തിലായിട്ടേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു ഈ ലോകത്തേക്ക് ജനിച്ചിട്ട് വേണ്ടോ. ആ ഫാത്തിമ ബീബിക്ക് 5-6 പേരുകൾ കിതാബുകൾ കണ്ട് ഓരോ പേരുക്കും ഓരോരോ കാരണങ്ങളായിട്ടേക്ക്. ഒന്നാമത്തെ പേര് ഫാത്തിമാജുലുടെ പേരായിട്ടിരിക്കണം. ആ ഫാത്തിമാജുലുടെ പേര് അള്ളാഹുടെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യേകമായ ഇൽഹാം, അള്ളാഹു നബി തങ്ങളുടെ മനസ്സ് തോന്നിപ്പിച്ചു കൊടുത്തിട്ടു ഫാത്തിമാജുലുടെ പേരായിട്ടിരിക്കണം വെച്ചത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഫാത്തിമ ബീബിട്ടവും അലിയാർ റളിയല്ലാഹുനും ജണ്ടാലുമുള്ളൊരു സദസ്സിൽ കേൾക്കട്, യാ ഫാത്തിമ തദിരീന ലിമ സുമ്മീത്ത ഫാത്തിമ, നിങ്ങൾക്ക് ഫാത്തിമാജുലുടെങ്കിത്തെ പേര് ಬೆಕ್ಕುಳ್ಳಂಕಿತೆ ಕಾರಣ ಎಂದರೆ നിങ്ങൾക്ക് ഗൊന്തുണ്ടാണ്ട് കേട്ടിട്ടാകുമ്പോൾ ഫാത്തിമ ബീബി ഗൊന്തില്ല ചൊല്ലു. അപ്പോൾ ഒട്ടേന്ന് അലിയാറെ തങ്ങ കേൾക്കുന്ന നബിയെ ഫാത്തിമാജുകളുടെ പേര് വെക്കുക കാരണം എന്തിനായിട്ട് ചൊന്തു തറുണ്ട് അലിയാർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ഫതമഹ വദുരിയതഹ അനിന്നാരി യൗമൽ ഖിയാമ. ഫാത്തിമ ബീബിരെയും ഫാത്തിമ ബീബിരെ സന്താന പരമ്പരയിൽ പണ്ട് എല്ലാ ആൾമാരെയും ഖിയാമത്ത് നാളുണ്ട് നരകത്തെ തൊട്ടു അള്ളാഹു തടയിടാ. ആ തടയുടെ കാരണം കൊണ്ടായിട്ടിക്കട് ഫാത്തിമാജുകളുടെ പേര് വെക്കുകയില്ല. കാരണമായിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നിട്ടുണ്ടായെങ്കിൽ ഫാത്തിമ ചൊല്ലുടെ ക്രിയാപദത്തെ അർത്ഥ തടഞ്ഞുണ്ടായിട്ടിക്കട്. അപ്പോൾ ഫാത്തിമ ചൊല്ലുടെ ആ പേരിൻ്റെ അടുത്ത തടയുടെ ആളുണ്ട്. കിയാമത്ത് നാല് തോലുബണ്ടെങ്കിത്തെ സന്താന പരമ്പരയുടെ കിയാമത്ത് നാളിൽ നരകത്ത് തൊട്ട് തടയുടെ പെണ്ണായതുകൊണ്ട് ഫാത്തിമാജുകളുടെ പേര് വെച്ചിട്ടുണ്ടായിട്ടിക്കടെ ഒന്നാമത്തെ പേരുടെ കാരണമായിട്ട് മഹാന്മാർ നമുക്ക് പഠിപ്പാട്ടാറ്. രണ്ടാമത്തെ ഒരു പേര് ഇട്ടിക്കട് ത്വാഹിറ മുത്തഹറ ചൊല്ലുടെങ്കിത്തെ പേര്, ശുദ്ധീകരിക്കപ്പെട്ട ആൾ, ക്ലീനാക്കപ്പെട്ട ആൾ ചൊല്ലുടെങ്കിത്തെ ഒരു പേരും ഫാത്തിമ ബീബി കൊണ്ട്. അസ്മാ ബീബി റളിയല്ലാഹുവിനെ ചൊല്ലിടോ, ഫാത്തിമ ബീബി ഹസൻ റളിയല്ലാഹുവിനുടെ പ്രസവിച്ച ടൈമിൽ ഞാനവിടെ മുട്ടയിന്ന് എൻ്റെ കയ്യിലാക്കിയതോടെ എടുത്തിട്ടാകുമ്പോൾ ഫാത്തിമ ബീബിക്ക് നിഫാസ് രക്തങ്ങളൊന്നും വന്നിട്ടില്ലാത്ത. സ്വാഭാവികമായിട്ടൊരു പെണ്ണ് പ്രസവിക്കുന്ന ടൈമിലോ ബ്ലീഡിങ് ആവുന്നു, നിഫാസ് പ്രസവ രക്തം പണ്ടത് സ്വാഭാവികമായിട്ടിക്കട്. ഫാത്തിമ ബീബിക്ക് അതൊന്നും കാണാണ്ടാകുമ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേട്ടായി, യാ റസൂലുള്ളാഹ്, ഫാത്തിമ ബീബിക്ക് ഹൈൽ രക്തം അല്ലെങ്കിൽ നിഫാസ് രക്തം പോലത്തെ ബ്ലീഡിംഗ് ഒന്നും പണ്ടില്ലല്ലേ നബി, എന്തേ കാരണാണ്ട് കേട്ടിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുണ്ട്, അമാ അലിംത അന്ന ഇബ്നതി താഹിറത്തുൻ മുതഹറ ലാ യുറാ ലഹാ ദമുൻ ഫീ തമസിൻ വലാ വിലാദ. അസ്മാ ബീബിട്ട് നബി തങ്ങൾ ചൊല്ലു, എൻ്റെ മോള് എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട പെണ്ണുണ്ട്, നിങ്ങൾക്ക് കുന്തില്ലേ, അതുകൊണ്ട് എൻ്റെ മോളുകോ ഹൈൽ രക്തമാ അല്ലെങ്കിൽ നിഫാസ രക്തമാ ഒന്നും ഇക്കല, അതുകൊണ്ട് ഇട്ടിക്കട് ത്വാഹിറ മുത്തഹറ ചൊല്ലണമെങ്കിത്തെ പേര് ഫാത്തിമ ബീബിക്ക് കിട്ടുകയില്ല. കാരണമായിട്ട് മഹാന്മാർ കിതാബൽ പഠിപ്പാട്ടാറ്. മൂന്നാമതായി ഒരു പേര് കണ്ട് സഹ്റ, ഫാത്തിമത്തു സഹ്റ. ഇന്ന് ഞങ്ങളായത്തുള്ള സുഹ്റ സോറാണ്ടെല്ലാം വിളിക്കുന്ന പേരുണ്ടല്ലേ, അത് ഫാത്തിമ ബീബിയുടെ പേരായിട്ടിക്കട്. അതിനർത്ഥ പുഷ്പ പൂജുകളുടെ അർത്ഥമായിട്ടിക്കട്. ലി അന്നഹ സഹ്റത്തുൽ മുസ്തഫ, ഫാത്തിമ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂവായതുകൊണ്ടു സഹ്റ ചൊല്ലണമെങ്കിൽ ഒരു പേര് കിട്ടിയിട്ടുണ്ട് മഹാന്മാർ പഠിപ്പാട്ടാറ്. നാലാമതായിട്ടും ഒരു പേരായിട്ടിക്കട് ബത്തൂൽ. ബത്തൂൽ ചൊല്ലണമെങ്കിലത്തെ പേര് കന്യപ്പെണ്ണ് ചൊല്ലണമെങ്കിലത്തെ അർത്ഥമായിട്ടിക്കട്. ലി അന്നഹു ലാ ശഹ്വത ലഹാ ലിറിജാലി, ഒരു ആണായ ഒരു മനുഷ്യന് ഫാത്തിമ ബീബിയുടെ മുഖം നോക്കുമ്പോൾ വികാരത്തിൽ നല്ല മനസ്സല്ലാണ്ട് ദുരുദ്ദേശത്തിൽ
ഒരു ആണുക പോലും ഫാത്തിമ ബീബിയുടെ മുഖനോക്കുക ആയോണ്ടില്ലാന്ത് അത് ഫാത്തിമ ബീബിയുടെ വലിയൊരു ഫവറേറ്റ് ഇന്ത് കണ്യപ്പെണ്ണ് ചൊല്ലുടെങ്കത്തെ അർത്ഥം പണ്ടെങ്കത്തെ ഫാത്തിമത്തുൽ ബത്തൂൽ ചൊല്ലുടെ ആ ഒരു പേര് പറകില്ല കാരണം അതൈറ്റിക്കിട് ഒരാളുകും കെട്ട ദൃഷ്ടിയിൽ ബെടക്ക് ചിന്തയിൽ വികാരത്തോടുകൂടെ ഫാത്തിമ ബീബിനെ നോക്കുക സാധ്യമായോ ഇല്ലാത്ത അതുകൊണ്ടൈറ്റിക്കിട് ബത്തൂല് ചൊല്ലുടെ പേര് കിട്ടുക കാരണാണ്ട് മഹാന്മാർ പിടിപാട്ടാറ് പിന്നൊരു പേരായിട്ടിക്കട് ഉമ്മു അബിഹാണ്ട് സ്വന്തം ബാപ്പട് ഉമ്മ ചൊന്നിട്ട് അർത്ഥം പണ്ടെങ്കിൽ ഒരു പേര് ലോകത്തെ ചരിത്രത്തിൽ ഇതിഹാസ പുട്ടെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പേര് ഫാത്തിമ ബീബികല്ലാണ്ട് വേറെ ആൾക്ക് കിട്ടിയിരിക്കല കാരണം എന്നുണ്ടെങ്കിൽ സ്വന്തം അബ്ബക്ക് ഉമ്മയുടെ സ്ഥാനം കൊടുത്തെങ്കിത്തെ ആളായിട്ട് സ്വന്തം അബ്ബടെ ഉമ്മയുടെ പോലെ ബൽത്തിഹാലുണ്ടായിട്ട് അർത്ഥ ഫാത്തിമ ബീബിയുടെ ഉമ്മ ഖദീജ ബീബി മരിച്ചു പോയപ്പോൾ ഒഫാത്തായ ടൈമിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താണും തണലായിട്ട് നിന്നിട്ട് നബി തങ്ങളെ മക്കളുടെ ഇലങ്ങമുത്തങ്ങളുടെ എല്ലാ ആൾമാരെയും ഉമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് ബൽത്തിയെങ്കിത്തെ സ്വന്തം അബ്ബയെ ഉമ്മയുടെ വിരസ കൊടുത്തെങ്കിത്തെ ഒരു ബീബി ആയിട്ട് ഫാത്തിമ ബീബി അതുകൊണ്ട് ഉമ്മു അബിഹാജുടെങ്കിത്തെ പേരും ഫാത്തിമ ബീബിക്ക് കിട്ടിയത് ഇത് ഫാത്തിമ ബീബിയുടെ പേരെ മഹത്വം മാത്രമായിട്ടുണ്ടായെങ്കിൽ ഫാത്തിമ ബീബിയുമായി ബന്ധപ്പെട്ട ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ചൊല്ലുകൊണ്ടു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കണമെങ്കിൽ ഒരു ഹദീസിൽ കണ്ട് ഒരു നാൾ ഹബീബായ തങ്ങൾ ഒരു സദസ്സിൽ കേൾക്കിട് പെണ്ണിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനേണ്ട കേട്ടിട്ടാകുമ്പോൾ ആ സദസ്സിൽ ഇന്ന് ഒരുപാട് ആൾമാർ വലിയ വലിയ പ്രമാണികളായ വലിയ വലിയ ബുദ്ധിജീവികളായ ആൾമാർ ഇന്നാറ് ആറും ഉത്തര ചൊല്ലുക നമുക്ക് സാധിച്ചില്ല. ആ സദസ്സിൽ ഇന്ന് അലി റളിയല്ലാഹു അൻഹു ഔത്തു പോയിട്ടാകുമ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ഫാത്തിമ ബീബിത്തെ കേട്ടിട്ടാകുമ്പോൾ ഫാത്തിമ ബീബി ഉത്തര ചൊല്ലോ അന്യപുരുഷന്മാർ പെണ്ണിങ്ങളെ നോക്കൂടുക അല്ലെങ്കിൽ പെണ്ണിങ്ങൾ അന്യപുരുഷന്മാരെ നോക്കൂടുക ഇത് രണ്ടും പെണ്ണിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിട്ട് ഫാത്തിമ ബീബി ഉത്തര ചൊന്നിട്ടാകുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോയിട്ട് നബി തങ്ങട്ട ഈ ഉത്തര ചൊന്നു കൊടുത്തിട്ടാകുമ്പോൾ നബി തങ്ങ കേൾക്കട് മൻ അല്ലമക്ക അതാ ഇത് നിങ്ങൾക്ക് ആറയിട്ടിക്കട് ഉത്തര ചൊന്ന് തന്നേട്ട് കേട്ടിട്ടാകുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചൊല്ലിടോ ഇത് എൻ്റെ ഭാര്യയായ ഫാത്തിമ ബീബി ഇറ്റിക്കറിനക്ക് ഉത്തര ചൊന്ന് തന്നേട്ട് നബി തങ്ങടെ ചൊന്നിട്ടാകുമ്പോൾ നബി തങ്ങ ചൊന്ന ഫലക്കമുണ്ടോ ഇന്നമാ ഫാത്തിമത്തു ബിൽഅത്തു മിന്നി ഫാത്തിമ നൻ്റെ കരളുടെ കഷ്ണ ഇറ്റിക്കട് നൻ്റെ തടിയുടെ ഭാഗം ഇറ്റിക്കട് അതുകൊണ്ട് ഇറ്റിക്കട് ഇത്രയും ബുദ്ധിയുള്ളെങ്കിത്ര ഉത്തര ഫാത്തിമക്ക് ചൊല്ലുക സാധിച്ചേട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ചൊന്നിട്ടുണ്ടായെങ്കിൽ ഫാത്തിമ നൻ്റെ കരളുടെ കഷ്ട നൻ്റെ ശരീരത്തെ ഭാഗ ചൊല്ലുടെങ്കിത്തെ ഒരു പരാമർശ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ ബായിൽ നിന്ന് പറകൂ ഈ ഒരു സംഭവം കാരണമായിട്ട് മഹാന്മാർ ഞങ്ങളെ കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കണ്ട് നാല പരലോകത്തിൽ എല്ലാ മനുഷ്യന്മാരും സിറാത്ത് പാല കടക്കര ടൈമിലോ അള്ളാഹുയുടെ പരിശുദ്ധമായ അർശയുടെ നടുഭാഗത്തിൽ നിന്നിട്ട് ഒരു അശരീരവാണി കേൾക്കട് യാ അഹ്ലൽ ജം ഇനക്കിസൂ റൂസക്കും ഓ മനുഷ്യന്മാരെ നിങ്ങൾ എല്ലാ ആൾമാരെ തല ഒന്ന് താത്തറോ തല കീഴിടറോ വഗല്ലു അബ്സാറക്കും നിങ്ങളെ കണ്ണല്ല നിങ്ങൾ ചിമ്മറോ കണ്ണല്ല നിങ്ങൾ മുച്ചറോ എന്തേ കാരണ ഹത്താ തമുറു ഫാത്തിമത ബിന്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല സുറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിർസത്തെ മോളോ ഫാത്തിമ ബീബി ഇപ്പം സിറാത്ത് പാല കടന്നുകൊണ്ടുണ്ടോ കൽബർക്കില്ലാമി ഈ നല്ല പ്രകാശിക്കിടങ്കിത്തെ മിന്ന് കിടക്കും പോലെ മിഞ്ചറെ അതേ വേഗത്തിൽ ഫാത്തിമ ബീബി കടക്കിട് അതുകൊണ്ട് നിങ്ങാറും തല ഉദ്ദാക്കൊത്തിറ എല്ലാ ആൾമാരും തല താഴ്ത്തിട്ട് കണ്ണെല്ലാം മുച്ചോറും ഉണ്ടോ പരിശുദ്ധമായ അറസർ നടുവിൽ നിന്നിട്ട് ഒരു വിളിയാടം കേൾക്കുന്നുണ്ടായെങ്കിൽ അത് ഫാത്തിമ ബീബിക്ക് അള്ളാഹു കൊടുത്തെങ്കിത്തെ വലിയ മഹത്വമായിട്ടേക്കട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവടോ. ഇത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മഹത്വങ്ങളിൽ നിന്ന് ചെറിയ വിഷയങ്ങൾ മാത്രമാണെങ്കിൽ ഫാത്തിമ ബീബി ജീവിതത്തിലാക്കിയെങ്കിത്തെ ത്യാഗങ്ങൾ സഹിച്ചെങ്കിൽ നൊമ്പലങ്ങൾ ഈ സമൂഹത്തിന് കൊടുത്തെങ്കിത്തെ നേതൃത്വങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം ചൊല്ലുകൊണ്ടോ ഫാത്തിമ ബീബിയുടെ അലിയാർ തങ്ങ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മങ്ങിലാക്കി കൊടുക്കണമെങ്കിത്തെ ആ ഒരു സംഭവങ്ങൾ അലി റളിയല്ലാഹു അൻഹു വന്നിട്ട് പെണ്ണ് കേൾക്കണമെങ്കിത്തെ സ്റ്റോറികൾ അതിറക്കാണ്ടി മുതൽ ആറെല്ലാം കേട്ടാറുണ്ട് ചൊല്ലുക വേണ്ടെങ്കിൽ വിശദമായിട്ട് ഒരുപാട് ചൊല്ലുകൊണ്ട് ഫാത്തിമ ബീബിയുടെ രണ്ട് മക്ക ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ സംഭവ അങ്ങനെയുള്ള കിയാമത്ത് നാൾ തോൽ നിലനിൽക്കണമെങ്കിത്തെ തങ്ങന്മാർ ബീബിമാരെങ്കിത്തെ ആ ഒരു ശൃംഖല അതെങ്ങനെ സ്റ്റാർട്ടായ എവിടെ എന്തിനായിട്ട് ചൊല്ലുകൊണ്ടെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു വീഡിയോത്തിൽ നമുക്ക് അത് ചർച്ചയാക്കുക ഉണ്ട്. റമദാൻ 3 ഇട്ടിക്കട് ഫാത്തിമ ബീബി വഫാത്തായെങ്കിത്തെ ഒരു നാളായിട്ടിക്കട് ബീബി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കണമെങ്കിൽ ഇതൊരു ഹദീസിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്ത്
ആ മുട്ട ആയ ടൈമിലോ എല്ലാ പെഞ്ഞിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഇന്നാറ് കൂട്ടത്തിൽ ഫാത്തിമ ബീബിയന്ത് ഫാത്തിമ ബീബിരെ വിളിച്ചിട്ട് നബി തങ്ങൾ മുട്ട വിളിച്ചിട്ട് ചില രഹസ്യങ്ങൾ ചൊന്നു കൊടുക്കടോ. ആ ഒന്നാമത്തെ രഹസ്യം ചൊന്നിട്ടാകുമ്പോൾ ഫാത്തിമ ബീബി ഭയങ്കര ബുൾപ്പൊഡോ. തെല്ല് പാർത്തിട്ട് വേറൊരു രഹസ്യം ചൊന്നു കൊടുക്കുമ്പോൾ വേറൊരു വിഷയം ചൊന്നിട്ടാകുമ്പോൾ ഫാത്തിമ ബീബി ചുമ്മ ചിരിക്കരുത് കണ്ട് ഫാത്തിമ ബീബിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ആയിഷ ബീബിക്ക് അത്ഭുതമായിട്ട് ആയിഷ ബീബി ഫാത്തിമ ബീബിരെ മുട്ട വിളിച്ചിട്ട് രഹസ്യ കേക്കിട് നിങ്ങൾ ചിരിക്കുള്ള കാരണങ്ങൾ എന്തിനുണ്ട് കേട്ടിട്ടാകുമ്പോൾ ആ ടൈമിൽ ഫാത്തിമ ബീബി ചൊല്ലു മാ കുന്തുൽ അഫ്ഷി അല റസൂലില്ലാഹി സിർറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നെങ്കത്തെ ഈ രഹസ്യത്തെ ഞാൻ ഇപ്പം നിങ്ങളുടെ ഞാൻ ബഹിರಂಗಾക്കില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തല്ല കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് മുതൽ ചൊന്നെങ്കിൽ അതേ രഹസ്യത്തെ സംബന്ധിച്ചിട്ട് ഫാത്തിമ ബീബിട്ട് ആയിഷ ബീബി കേൾക്കട് നിങ്ങൾ അണ്ട് ചിരിച്ചെങ്കിയത്തതും മുൾപുട്ടെങ്കിയത്തതും ആ ഒരു വിഷയം എന്തിനും ഞങ്ങൾക്ക് ചൊന്തണ്ടാറാണ്ട് കേട്ടിട്ടാകുമ്പോൾ ആയിഷ ബീബിട്ട ഫാത്തിമ ബീബി ആ രഹസ്യം ചൊന്നു കൊടുക്കടോ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന എൻ്റെ ബാപ്പ നന്നെ വിളിച്ചിട്ട് ചൊന്ന ഒന്നാമത്തെ വിഷയ എല്ലാ വർഷവും ജിബ്രീൽ വന്നിട്ട് നക്ക് ഒരു പ്രാവശ്യം പരിപൂർണമായിട്ട് ഖുർആൻ ഓതിട്ട് കേൾപ്പാട്ട് ഈ വർഷം 2 ബക്കൈറ്റിക്കട് ഖുർആൻ ഫുള്ളായിട്ട് ഓതിട്ട് കേൾപ്പാട്ടിയേ അതിനർത്ഥ ഈ വർഷം എൻ്റെ മരണം സംഭവിക്കട് ഈ വർഷം ഞാൻ മരിക്കര ചൊല്ലുകൊടുത്തു അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ സൂചന അതൈറ്റിക്കറിട്ട് നബി തങ്ങ ചൊന്നിട്ടാകുമ്പോൾ ഞാൻ ബുൾപുട്ടനാണ് ധാരാളം കണ്ണിൽ നിന്ന് തന്നിയെടുത്തായിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീബിട്ട ഫാത്തിമ ബീബി ചൊന്നിട്ടാകുമ്പോൾ രണ്ടാമത് ചിരിക്കൊള്ളെങ്കിൽ ಕಾರಣ ಫಾತಿಮಾ ಬೀಬಿ ಚೊಂದು ನೋಡಿಕೊಡು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗ ಫಾತಿಮಾ ಬೀಬಿಟ ಚೊಲ್ಲು ಫಾತಿಮಾ ನೀನು ಬೇಜಾರಾಕೋಗುದೀರಾ ನೀನು ದುಃಖಿಕೋಗುದೀರಾ ನೀನು സബർ എടുത്തിട്ട് അള്ളാഹുവു തഖ്വയോട് ജീവിക്കണോ കാരണം എന്തേ ചെന്നുണ്ടായെങ്കിൽ നാണ് മരിച്ചിട്ട് പോയാൽ പിന്നെ നാണ് വഫാത്തായിട്ട് പോയാൽ പിന്നെ എൻ്റെ മുട്ട വഫാത്തായിട്ട് ഫസ്റ്റ് പണ്ടത് നിങ്ങായിട്ടിക്കട് ഫാത്തിമ വ ഇന്നി ദഅവ്തുല്ലാഹ അൻ യുൽഹികക ബി ഫി അവ്വലി അഹ്ലി എൻ്റെ കുടുംബത്തെ ആൽമാറിൽപ്പെട്ടിട്ട് ഫസ്റ്റ് എൻ്റെ മുട്ട നീന് മരിപ്പാട്ടിട്ട് കൊണർനായത് എൻ്റെ മുട്ട ടച്ചാക്കിയിട്ട് എത്തുപാട്ടനായത് അത് ഫാത്തിമരായിട്ടിക്കൊന്നുണ്ട് ನಾನು അള്ളാഹുട്ട ദ്വാർന്നര കാരണം എനിക്ക് അത്രയും നിൻ്റെ പിർസ ഉണ്ട് ഫാത്തിമ മാത്ര അല്ല ലോകത്തുള്ളെങ്കിത്തെ എല്ലാ പെണ്ണുങ്ങളെ നേതാവായിട്ട് ഫാത്തിമയുടെ ആക്കുന്നുണ്ടും അള്ളാഹുട്ട നാണ് ദ്വാർന്നരായിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഫാത്തിമ ബീബിട്ട് ചൊന്നിട്ടാകുമ്പോഴത്തേക്കിട് ನಾನು ചിരിക്കുള്ള കാരണമായിട്ട് ഫാത്തിമ ബീബി ചൊന്തു ഇത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വഫാത്തായിട്ട് പോണ്ടെടുക്കാണ്ടി മുതലേ വഫാത്ത് എൻ്റെ വഫാത്തിൽ പിന്നെ എൻ്റെ കുടുംബത്തിൽ വെച്ചിട്ട് ഫസ്റ്റ് മരിക്കുന്നത് ഫാത്തിമ ബീബി ചൊല്ലടങ്കത്തെ സൂചന ഇട്ടിക്കട് നബി തങ്ങൾ കൊടുത്തരേ അതേപോലെ ഇട്ടിക്കട് സംഭവിക്കുകയും ചെയ്തരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായാൽ പിന്നെ ആ 6 തിങ്കൾ കഴിഞ്ഞിട്ട് ഇട്ടിക്കട് ഫാത്തിമ ബീബിയുടെ വഫാത്ത് നടക്കടേ സുബ്ഹാനല്ലാഹ് വെറും 29 വർഷം മാത്രം ഇട്ടിക്കട് ഫാത്തിമ ബീബി ഈ ലോകത്തോട് ജീവിച്ചിട്ടുണ്ടായെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളായിട്ട് ലോകത്തെ പെണ്ണുങ്ങളുടെ റാണിയായിട്ട് ಟಿಕೆಟ್ ಜೀವಿಸಿರೇಂಟ್ ನಂಗೆ ಮನಸ್ಸಲಾಕೋ ಸಾಧ್ಯ ಅವಡು ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്താവുന്ന ടൈമിലോ വഫാത്താവുക കാരണമായെങ്കിലത്തെ രോഗങ്ങൾ ഏകദേശം 44 നീണ്ടിട്ടിക്കട് റിപ്പോർട്ടെല്ലാം കണ്ടേ ആ ടൈമിൽ ഫാത്തിമ ബീബിരെ ഹിദ്മത്തെടുത്തുകൊണ്ടിരുന്നത് സൽമാ ബീബി ഇട്ടിന്ത് സൽമാ ബീബി ചൊല്ലിങ്ങത്തെ സംഭവങ്ങൾ കിതാബുൽ മഹാന്മാർ ഉദ്ധരിക്കുന്നതായിട്ട് ഞങ്ങൾക്കെല്ലാം കണ്ടേ ഒരു നാൾ മരിക്കണത്തെ നാൾ ബഹുമാനപ്പെട്ട സൽമാ ബീബിരെ വിളിച്ചിട്ട് ഫാത്തിമ ബീബി ചൊല്ല് യാ ഉമ്മ ഉസ്കുബി ലി ഗുസ്ല നക്ക് കുളിക്കുള്ളെങ്കിലത്തെ തന്നി വ്യവസ്ഥയാക്കി തുറവോട് ചെന്നിട്ടാകുമ്പോൾ സൽമാ ബീബി തന്നി വ്യവസ്ഥയാക്കി കൊടുക്കടോ കുളിച്ചൽ പിന്നെ രണ്ടാമതും വിളിച്ചു ചൊല്ലു ആഴ്ത്തിനി സിയാബൽ ജുദതി നൻ്റെ നല്ല പുതിയ ഡ്രസ്സ് എന്നൊക്കെ എടുത്തിട്ട് തരോ ആ ഡ്രസ്സ് ഇടുപാടറു ചെന്നിട്ടാകുമ്പോൾ ഫാത്തിമ ബീബിക്ക് സൽമാ ബീബി നല്ല പുതിയ ഡ്രസ്സെല്ലാം ഇടുപാടി കൊടുക്കടോ അതിൽ പിന്നെ ഫാത്തിമ ബീബി ചൊല്ലു യാ ഉമ്മ ഖദ്ദിമി ലി ഫിറാഷൻ വസ്തൽ ബൈത്തി ഈ ഔത്ര മധ്യഭാഗത്തിൽ നക്കൊരു വിരിപ്പ് നിങ്ങൾ വിരിച്ചു തരോ ഒരു പായിട്ട് തരോ നൻ്റെ അവിടെ കിടത്തറോ എന്തേ കാരണം ചെന്നെങ്കിൽ യാ ഉമ്മ ഇന്നി മഖബൂലത്തുൽ ആന വഖത്തഹർതു ഫലാ യക്ഷിഫ്നി അഹദൻ ഞാൻ കംപ്ലീറ്റ് ശുദ്ധിയായിട്ട് ഉണ്ടില്ല ഞാൻ എൻ്റെ വഫാത്തായിട്ട് അള്ളാഹുടെ അടുക്കൽ മരിച്ചു പോണെങ്കിൽ എത്ര നാളായിട്ടിക്കട് അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായെങ്കിൽ നൻ്റെ ജനാസ
ഒരു മനുഷ്യമാർക്കും ഒരു അന്യ ആൾമാർക്കും നിങ്ങൾ കാട്ടിക്കൊടുക്കൂ തീരാ ചെന്നിട്ടോ ആ സൽമാ ബീബിട്ട് ചെന്നിട്ടാകുമ്പോൾ സൽമാ ബീബി ഒരു ഔത്യ മധ്യത്തിൽ വെച്ചിട്ടൊരു പായെല്ലാം പിരിച്ചു കൊടുത്താൽ പിന്നെ കിബിലക്ക് തിരിഞ്ഞിട്ട് ഫാത്തിമ ബീബി കിടക്കട് അതേ ഹാലത്തിൽ അതേ അവസ്ഥയിലേറ്റിക്കട് ഫാത്തിമ ബീബി ഈ ലോകത്തോട് വിട പറഞ്ഞു പോണ്ടുകൊണ്ടു സൽമാ ബീബി ഉദ്ധരിക്കണമെങ്കിൽ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കണ്ട് ഹിജറ 11-ാമത്തെ വർഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് 6-ാമത്തെ തിങ്കൾ റമദാൻ 3-2 ജാവോ മഗ്രിബിടെയും ഇഷായുടെ നടുവിലേറ്റിക്കട് ഫാത്തിമ ബീബി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. വെറും 29 വർഷം മാത്രമായിട്ട് ഇന്ന് ഫാത്തിമ ബീബി ഈ ലോകത്തോട് ജീവിച്ചത്. ഇഷാ മഗ്രിബിയുടെ ഇടയിലേറ്റിക്കട് ആ ടൈമിൽ വഫാത്താവുടെ ടൈമിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗത്ഭന്മാരായ സ്വഹാബത്ത് ആ ഒരു ഹലറത്തിൽ നിന്നാറുണ്ടായിട്ടേക്കുള്ള കിതാബിൽ കണ്ടേ ഫാത്തിമ ബീബിയുടെ വസിയത്ത് പോലെമേ അണ്ടത്തെ ജാവെ ഖബറടക്കം നടത്തിറാറുണ്ടായിട്ടേക്കുള്ള കിതാബിൽ കണ്ടേ. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു ആകുന്ന മാപ്പില ബേജാറിൽ ദുഃഖത്തിൽ പാടിയെങ്കിട്ട് ഒരുപാട് വൈത്തുകളും ഞങ്ങൾക്ക് കിതാബിലുള്ള കണ്ടതെല്ലാം ഞങ്ങൾ വിശദീകരിക്കുകയുള്ള ടൈമില്ല. ഏതായാലും ആ ഫാത്തിമ ബീബി മരിച്ചു പോയെങ്കിൽ വഫാത്തായി പോയെങ്കിൽ ഒരു നാളായിട്ടിക്കട് സാധിക്കണമെങ്കിൽ ആൽമാർ അത്തിക്കനിഷ്ട ഒരു ഫാത്തിഹ ഓതിയിട്ടെങ്കിലും ദ്വാർക്കണോ. അതുപോലെ സാധിക്കട എല്ലാ ആൽമാറും ആ ഫാത്തിമ ബീബിയുടെ പേരിൽ ഒരു യാസീനെല്ലാം ഓതിയിട്ട് ദ്വാർക്കറോ. അർഹമുർറാഹിമായ അള്ളാഹു ഫാത്തിമ ബീബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദീനും ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ. ഞങ്ങളെ അബ്ബ, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ ഏലങ്ങ മുത്തങ്ങ പെഞ്ഞിമക്ക കുടുംബത്തങ്ങ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളെ മുത്തല്ലിമീങ്ങളെ കുടുംബക്കാർ പഠിക്കട കാലം മുതൽ ഈ നിമിഷത്തോളം ഞങ്ങൾക്ക് സഹായിച്ചങ്ങ സഹകരിച്ചങ്ങ ദുആ കൊണ്ട് വസിയത്താക്കിയങ്ങ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ടാക്കിയങ്ങ ഞങ്ങളെ ഈ ക്ലാസ് കേൾക്കിടങ്ങ ഈ ക്ലാസ്സിലെ ഹാദിമീങ്ങ ആറല്ല എവിടെല്ല ഉള്ള അള്ളാഹുവേ അങ്ങ് എല്ലാ ആൾമാരെയും ഈ പരിശുദ്ധമായ റമദാൻ്റെ ബറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഫാത്തിമ ബീബിയുടെ ബറക്കത്ത് കൊണ്ട് ഫാത്തിമ ബീബിയുടെ സ്നേഹിച്ച ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെല്ലാ ആൾമാരെയും സലാമത്താക്കണേ അല്ലാ. മരിക്കര ടൈമിൽ ഈമാൻ സലാമത്തായിട്ട് മരിക്കണമെങ്കിൽ മീനിങ്ങൾ പെടുത്തണേ അല്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മരിച്ചു പോയങ്ങ എൻ്റെ ബാപ്പടക്കം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ എല്ലാ ആൾമാർ അള്ളാഹു ഞങ്ങളെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. ആബിദ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.